ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ സ്കൂളൊക്കെ ഓപ്പൺ ആവാൻ പോവുകയാണ്. അങ്ങനെ ഓപ്പൺ ആവുന്ന സാഹചര്യത്തിൽ ചില സ്റ്റാൻഡേർഡ്സിൻ്റെ ബുക്കുകൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ, അതായത് അങ്ങനെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതുപോലെ ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് വളരെ തുച്ഛമായ വിലയിൽ തന്നെ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ഇല്ല എന്നുണ്ടെങ്കിൽ PDF ആയിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പുസ്തകം നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പം 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും ടെക്സ്റ്റ് ബുക്കുകൾ, അത് ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ ആ എല്ലാ സബ്ജക്റ്റിൻ്റെയും പുസ്തകം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ വയ്യ പറഞ്ഞുതരാം. അപ്പോൾ താഴത്ത് ഞാൻ ഇതിൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്, ഈ ഒരു വെബ്സൈറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടുള്ള നമുക്ക് ഈ തുടർന്നും നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് നേടാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോസ് ആണെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഏത് മീഡിയം ആണോ സെലക്ട്, മലയാളം മീഡിയം ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നെക്സ്റ്റ് സെലക്ട് ക്ലാസ്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നും കൂടി അവിടെ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. 1ാം ക്ലാസ് ഉണ്ട്, 2, 3, ഏകദേശം 12ാം ക്ലാസ് വരെയുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ 11ാം ക്ലാസ്സിൻ്റെയാണ് സെലക്ട് ചെയ്യുന്നത്, +1ൻ്റെ. കാരണം 10ാം ക്ലാസ്സിൻ്റെ ഇപ്പം എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് +1ലേക്ക് ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് പുസ്തകങ്ങൾ വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം അവർക്കുള്ളതാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സെലക്ട് സബ്ജക്റ്റ് എന്ന് വാങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു +1ൽ, അതായത് അത് സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, മറ്റുള്ള ഏത് വിഭാഗങ്ങളാവട്ടെ, ആ എല്ലാ വിഭാഗത്തിൻ്റെയും ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിതിലിങ്ങനെ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടത് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ പൊളിറ്റിക്കൽ സയൻസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ ഇതുപോലെ നമുക്കൊരു പ്രിവ്യൂ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രയോഗത്തിൽ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു ഗ്രീൻ ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പം ഈ ഒരു ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഡൗൺലോഡായിട്ട് കിട്ടും. അതായത് ഒരു വെബിലേക്ക്, പുതിയതായിട്ട് വേറൊരു വെബിലേക്ക് കടന്നു. കാരണം ഇവർ ചെറിയൊരു ലോഡിങ് ഉണ്ടാകും, കാരണം ഇത് 200 സംതിങ് പേജുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ചെറിയൊരു ലോഡിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ പുസ്തകം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാതെ വേണമെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഓരോ ചാപ്റ്റർ ബേസ്ഡ് നിങ്ങൾക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മുകളിൽ നിങ്ങൾക്ക് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. ഇപ്പം എൻ്റെ അപ്ഡേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ 3 ഡോട്ട് കാണാൻ പറ്റുമ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴത്ത് ഇവിടെ പ്രിൻറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാവരുടെ ക്രോം ബ്രൗസറിലും ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിൻ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം നിങ്ങളുടെ മൊബൈലിൽ സ്റ്റോറേജിൽ ഡൗൺലോഡായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ നിങ്ങൾക്കത് നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന കടയിൽ പോയിട്ട് വളരെ തുച്ഛമായ വിലയിൽ തന്നെ നിങ്ങൾക്ക് 200 സംതിങ് പേജുകളും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പുസ്തകമായിട്ട് അത് ബൈൻഡ് ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ഒരു അടിപൊളി പുസ്തകമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇനി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾ പ്രിൻ്റ് എന്ന് പറയുന്ന ബട്ടനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആയിട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ പ്രിൻ്റ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ദെൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചില ആളുകൾക്ക് ആ PDF എന്ന ഭാഗം കാണാതെ ചിലപ്പം 3 ഡോട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തുടർന്നും നല്ല നല്ല വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.